ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ വിയറ്റ്നാം ബഡ്ജറ്റ്, ഞങ്ങളുടെ 8 days വിയറ്റ്നാം ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ഞങ്ങൾ വിയറ്റ്നാം 1 week നിങ്ങൾക്ക് എന്തൊക്കെ സംഭവങ്ങൾ കാണാം. ഞങ്ങൾ ചെയ്ത പരിപാടിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത പ്ലാനിൽ പറയുന്നില്ല എന്നാണ്, പക്ഷേ അത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളിത് പറയാൻ പോകുന്നത് എന്തൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം 8 ദിവസത്തിൽ. അതിൽ നിങ്ങൾക്ക് വേണം പ്ലാൻ ചെയ്യാൻ. അതായത് നിങ്ങൾ എന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഫ്ലൈറ്റ് ആണോ, നിങ്ങൾ ട്രെയിൻ ആണോ, അപ്പം അതൊന്നും നമുക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. അപ്പം ഇതൊരു ജനറിക് നിങ്ങൾക്ക് എന്തൊക്കെ 1 week കാണാം. ഞങ്ങളുടെ അക്കോർഡിംഗ് ടു അസ് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളെല്ലാം 1 week ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇച്ചിരി ഫ്ലൈറ്റും ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. ഞങ്ങളുടെ കുറേ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് അതൊരു മോട്ടിവേഷനാണ് ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ശ്വേത, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ പോയത് ഹോച്ചിമിൻ സിറ്റി ടു ഹാനോയിലാണ് പോയത്. അപ്പം ഞങ്ങൾ അതേ റൂട്ടിലായിരിക്കും ഞങ്ങൾ കാണേണ്ട സ്ഥലങ്ങളെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പറയാൻ പോകുന്നതും. അപ്പം ആദ്യത്തെ സ്ഥലം എന്ന് വെച്ചാൽ, നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ക്ലൂക്ക് വഴി നിങ്ങൾക്ക് 2 ടൂർ ബുക്ക് ചെയ്യാം. അതായത് കൂച്ചി ടണലും പിന്നെ മേക്കോങ് ഡെൽറ്റയും. ഞങ്ങൾ മേക്കോങ് ഡെൽറ്റ ചെയ്തില്ല, കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് അതൊരു വലിയതായിട്ട് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അതൊക്കെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാൻ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്കത് പ്രത്യേകിച്ച് താല്പര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത് ഫുൾ ഡേ ടൂർ ആയിട്ടും കിട്ടും. ഞങ്ങൾ ഹാഫ് ഡേ ടൂർ എടുത്തത്. ഹാഫ് ഡേയിൽ കൂച്ചി ടണൽ എടുത്തത്. ഹാഫ് ഡേയിൽ നിങ്ങൾക്ക് കൂച്ചി ടണൽ ചെയ്യാം. നെക്സ്റ്റ് ഹാഫ് ഡേയിൽ നിങ്ങൾക്ക് മേക്കോങ് ഡെൽറ്റയും ചെയ്യാം. അതിനകത്തെല്ലാം ഫുഡും ലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂസീവ് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാം. ആദ്യം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹോച്ചിമിനിലാണെങ്കിൽ നിങ്ങൾക്ക് കൂച്ചി ടണൽ ചെയ്യാം. കൂച്ചി ടണൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വൈകിട്ട് അതായത് ഹോച്ചിമിനിലെ ബിയർ സ്ട്രീറ്റും അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റും പിന്നെ ബെൻതാൻ മാർക്കറ്റും അതും ഇതുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ ഹോച്ചിമിനിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റി ടൂർ ഉണ്ട്. ഈ ഹോച്ചിമിൻ സിറ്റി ടൂറിനകത്ത് കുറേ മ്യൂസിയംസും പിന്നെ ഈ ബെൻതാൻ മാർക്കറ്റും അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ബെൻതാൻ മാർക്കറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ സിറ്റി ടൂർ ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അവിടെ ഒരു വലിയൊരു ടവർ ഉണ്ട്. ടവറിന് മണ്ടക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വ്യൂ ഒക്കെ കാണാം. അപ്പം സെക്കൻഡ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോച്ചിമിൻ സിറ്റി ടൂർ പ്ലാൻ ചെയ്യാം. തേർഡ് ഡേ ഞങ്ങൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ട് ഹൊയ്യാനിൽ വന്ന് കാണും, അല്ലെങ്കിൽ ഡാനാങ് വന്ന് കാണും. അപ്പം അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഹൊയ്യാനിൽ വരുവാണെങ്കിൽ ഫേമസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോക്കനട്ട് ബോട്ട് റൈഡ്. കോക്കനട്ട് ബോട്ട് റൈഡ് 100% ആണ്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നിട്ടില്ലെങ്കിൽ കാണുന്നത് വർത്തിട്ടാണ്. ഏകദേശം ഒരു 1 hour 1.5 hours റൈഡേ ഉള്ളൂ. ഭയങ്കര ചീപ്പും കൂടെ. എനിക്ക് തോന്നുന്നു 350 or 400 rupees ഒരാൾക്ക്. അതിനകത്ത് ഒരു കോക്കനട്ട് ഒരു ഫ്രീ ആയിട്ട് തരും. ഒന്നെങ്കിൽ രാവിലെ പോവാ അല്ലെങ്കിൽ വൈകിട്ട് പോവാ. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും. നട്ടുച്ച പോകരുത്, ഭയങ്കര വെയിലായിരിക്കും. കൊടയൊക്കെ തരും, പക്ഷെ എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾ വേർത്ത് കുളിച്ചിരിക്കും അവിടെ. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോക്കനട്ട് ബോട്ട് റൈഡ് ചെയ്യാം. കോക്കനട്ട് ബോട്ട് റൈഡ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നെ ബിസി ആയിരിക്കും. അപ്പം വൈകിട്ട് നിങ്ങൾക്ക് ലാൻറ്റേൺ ടൂർ ചെയ്യാം. അതായത് ഹൊയ്യാനിൽ ലാൻറ്റേൺ ടൂർ ഉണ്ട് വൈകിട്ട് രാത്രി ബോട്ട് റൈഡിൽ. അവിടെ ഒരു നല്ല റൊമാൻറ്റിക് അല്ല, നിങ്ങൾ ആണുങ്ങളായിട്ടും ഫ്രണ്ട്സായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. റൊമാൻറ്റിക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ക്യാൻഡിലൊക്കെ അവർ തരും. നിങ്ങൾക്കൊരു വിഷൊക്കെ ചെയ്ത് കഥയിലെ രാജകുമാരൻ്റെ ഞങ്ങളതിനൊക്കെ റീൽ ഇട്ടിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്നവർക്കും ഫാമിലി ബോട്ട്സ് അവൈലബിൾ ഉണ്ട്. കുറെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ലാൻറ്റേൺ ടൂർ ചെയ്യാം. പിന്നെ ലാൻറ്റേൺ ടൂറിൻ്റെ കൂടെ കുറെ കോമ്പിനേഷൻസ് വരും കേട്ടോ. നിങ്ങൾക്ക് ലഞ്ച് എടുക്കാം, ഇല്ല ടീ എടുക്കാം, ഇല്ല നിങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കൾച്ചറൽ ടൂർ ചെയ്യാം. അതായത് അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൊയ്യാനിൽ ഇത് കോക്കനട്ട് റോഡ് ബോട്ട് റൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹൊയ്യാൻ ഓൾഡ് ടൗണും കൾച്ചറൽ ടൂർ ചെയ്യാം. അവിടെ തന്നെ ഹൊയ്യാനിലെ പഴയ ബിൽഡിങ്ങൾ. ഞങ്ങൾ പോയപ്പം ഈ ഒരു ജാപ്പനീസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അത് പൊളിച്ച് റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നില്ല അടുത്തൊരു 2 വർഷം വരെയെങ്കിലും അത് തുറക്കുമെന്ന്.
പക്ഷേ തുറക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണാം. പക്ഷെ അത് കൂടാതെ അവിടെ ചുറ്റുവട്ടത്തിൽ അമ്പലങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെയും വേണമെങ്കിൽ ടൂർ എടുക്കാം. ക്ലൂക്കൽ അവൈലബിൾ ആണ്. ഈ ലാൻറ്റേൺ ബോട്ട് നടന്ന സ്ഥലം രാത്രിയിൽ അത് രാവിലെ കാണാൻ വേറെ ഒരു ഭംഗിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അത് പറയണമല്ലോ, അത് ടോട്ടൽ രാവിലെ ആകുമ്പോഴത്തേക്ക് വേറെ സ്ഥലം തന്നെയായിട്ട് തന്നെ മാറും അത്. അപ്പം നിങ്ങൾക്കിത് മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കോക്കനട്ട് ബോട്ട് റൈഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഡാനാങ്ങില ഹൊയ്യാനില്ല ഒരു ദിവസം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബ്രിഡ്ജ് ചെയ്യാം. ഞങ്ങൾ ഗോൾഡൻ ബ്രിഡ്ജ് ചെയ്തില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ഫുൾ മാൻമെയ്ഡ് ആണ്. അതൊരു എന്താ പറയുക, ഡിസ്നി വേൾഡോ ഡിസ്നി ലാൻഡോ അങ്ങനെയൊക്കെ പോകുന്ന മാതിരി തന്നെ. പിന്നെ അതിന് പൈസ എന്ന് പറയുന്നത് ഭയങ്കര എക്സോർബിറ്റൻ്റ് ആണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന ബഡ്ജറ്റാണ്. ഞങ്ങൾക്ക് നാച്ചുറലായിട്ട് മാക്സിമം ഞങ്ങൾ നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനേ നോക്കത്തുള്ളൂ. പിന്നെ ഭയങ്കര വിലയായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് സംവർ 9,000 rupees ഫുൾ പാക്കേജാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. നല്ല ഫോട്ടോഷൂട്ട് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഗോൾഡൻ ബ്രിഡ്ജ് അത് നിങ്ങൾക്ക് ഫുൾ ഡേ ടൂറായിട്ട് കിട്ടും, ഈ ഗോൾഡൻ ബ്രിഡ്ജും. പിന്നെ ഡാനാങ്ങിലെ ഡ്രാഗൺ ബ്രിഡ്ജും ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഡാനാങ്ങിൽ ഹൊയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ബ്രിഡ്ജും അതിന് ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളൊക്കെ വൺ ഡേ ടൂറായിട്ട് ചെയ്യാം. അതും നിങ്ങൾക്ക് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാം. ഈ വീഡിയോ ക്ലൂക്ക് സ്പോൺസേർഡ് അല്ല. ഞങ്ങൾക്ക് ക്ലൂക്ക് ഭയങ്കര സീംലെസ് ഈസി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. അടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ അസ്യൂം ചെയ്ത് നിങ്ങളിപ്പം ഹാനോയിൽ വന്നതാണ്. അപ്പം 5th or 6th day നിങ്ങൾ ഹാനോയിൽ വരുവാണെങ്കിൽ ഹാനോയിൽ ഹോൻ ക്ലെയിം ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് ഈസിലി അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു വലിയൊരു ആമേൻ്റെ ഒക്കെ അമ്പലമുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അത് വിസിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പപ്പറ്റ് ഷോ ചെയ്യാം. നിങ്ങൾക്ക് പപ്പറ്റ് ഷോ ചെയ്യാം. പപ്പറ്റ് ഷോയും വൈകുന്നേരം എനിക്കൊന്ന് 4:30 തൊട്ടുണ്ട്, പക്ഷെ വൈകുന്നേരം എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു 6:30 ശേഷമുള്ള ഷോ നിങ്ങൾക്ക് പപ്പറ്റ് ഷോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പപ്പറ്റ് ഷോയും കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിന് പോവാം, ട്രെയിൻ സ്ട്രീറ്റിലോട്ട് പോവാം. ഇപ്പം ട്രെയിൻ എന്നും വരണമെന്നൊന്നും ഇല്ല, നിങ്ങളുടെ ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടും. പക്ഷെ ഉച്ചയ്ക്ക് വേണമെങ്കിലും പോകാം, ഇല്ല നിങ്ങൾ രാത്രി പോകുന്നെങ്കിൽ രാത്രി വേണമെങ്കിലും പോകാം. നമ്മള് ട്രെയിനിന്റെ വീഡിയോയില് ടൈം ഇട്ടിട്ടുണ്ട്. അവര് ആ ടൈമാ പറയുന്ന ട്രെയിൻ വരും എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്ക് ആ നേരത്തായിരുന്നു പോകാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ എഞ്ചിൻ കാണാൻ പറ്റി, എഞ്ചിൻ മാത്രം കാണാൻ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ട്രെയിൻ കാണാം. അല്ല അതിന് വേണ്ടിയിട്ടായിട്ട് പോവാണെങ്കിൽ പ്ലാൻ ചെയ്യണം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ 5th day നിങ്ങൾക്ക് ഹാനോയ് ലേക്കും ഹുവാൻ ക്ലിയം ലേക്കും വാട്ടർ പപ്പറ്റ് ഷോയും പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ട്രെയിൻ സ്ട്രീറ്റും കാണാം. പിന്നെ അതുകൂടാതെ ഹാനോയിലുണ്ടല്ലോ ഇച്ചിരി മ്യൂസിയംസും പിന്നെ പഗോഡയൊക്കെ ഉണ്ട്. ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബ് എടുത്തിട്ട് പോയി കാണാനുള്ളൂ. ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഫുൾ ഡേ ഉണ്ടെങ്കിൽ ഹാനോയിൽ നിങ്ങൾക്ക് അത് പോയി കാണുകയും ചെയ്യാം. 6th day നിങ്ങൾക്ക് നിൻബൺ ടൂർ ചെയ്യാം. നിൻബൺ ടൂറിനകത്ത് നിങ്ങൾക്ക് ഞങ്ങൾ പോയ മാതിരി ട്രാങ് ആന, പിന്നെ ടാം കോക്ക്, പിന്നെ അത് കൂടാതെ പിന്നെ ലാസ്റ്റ് ഡ്രാഗന്റെ ടാം കോക്കിൽ തന്നെയായിരുന്നു ആ ഡ്രാഗന്റെ മുവ കേവ് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ഫുൾ 1 day ട്രിപ്പാണ്. ഹാനോയിൽ നിന്നും ഏകദേശം ഒരു 3 hours എന്ന് വേണമെങ്കിൽ പറയാം. 3 hours ബസ് ഡ്രൈവ് ആണ്. അഗൈൻ ക്ലൂക്ക് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ലഞ്ചും എല്ലാം ഇൻക്ലൂസീവ് ആണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ നിങ്ങൾ ടൂർ ചെയ്ത് ഏതാണ്. അപ്പം നിങ്ങൾക്കത് ട്രാങ്കാന്, ടാംകോക്ക്, പിന്നെ മുവ കേവ്, ഇത് 3 ചെയ്ത് നിങ്ങൾക്ക് 6th day നിങ്ങൾക്ക് ചെയ്യാം. 7th day നിങ്ങൾക്ക് ഹാലോങ് ബേ നിങ്ങൾക്ക് അതായത് 1 day ടൂറായിട്ട് നിങ്ങൾക്ക് പോകാം. അതായത് രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, അങ്ങനത്തെ ഒരു 1 day ട്രിപ്പ് ചെയ്യാം. ഇല്ല ഞങ്ങൾ ചെയ്ത മാതിരി നിങ്ങൾക്ക് ഓവർനൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6th ഡേയും നിങ്ങളുടെ ഓക്യുപ്പൈ ആവും, 7th ഡേയും നിങ്ങളുടെ ഓക്യുപ്പൈ ആവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവിടണമെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 3 മണിയെങ്കിലും ആകും. അപ്പം നിങ്ങൾക്ക് അതുപോലെ പ്ലാൻ ചെയ്യാം. പക്ഷേ ഹാലോങ് ബേ ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് ആണ്. ഞങ്ങൾ ഈ പറയുന്നതെല്ലാം മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. 1 week പോവുകയാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചില മിസ്സായ സ്ഥലങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോകാം. പക്ഷെ ഇതൊക്കെ മസ്റ്റ് വിസിറ്റ് ആണ്. വിയറ്റ്നാമിൽ ഇത് കാണാതെ വരുന്നത് ഒരു ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് സാപ്പയാണ്. ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ തീരെ ടൈം ഇല്ലായിരുന്നു. ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി സാപ്പ പോയേനെ. സാപ്പ പോകാൻ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബസ് എടുക്കാം. അതായത് നിങ്ങൾക്ക് അവിടുന്ന് എനിക്കൊന്ന് ഹാനോയിൽ നിന്ന് 3-4 മണിക്കൂറത്തെ യാത്രയുള്ളൂ. സാപ്പ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. നല്ലൊരു ഹിൽ സ്റ്റേഷനും പൂക്കളും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഊട്ടി മാതിരിയൊക്കെ ഇരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സാപ്പ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സി വഴി നിങ്ങൾക്ക് പോകാം. ഇല്ല ബസ്സുണ്ട്, ബസ് വഴി നിങ്ങൾക്ക് പോകാം. സാപ്പ നിങ്ങൾ പോകുന്നെങ്കിൽ അഗെയിൻ 1 day ട്രിപ്പ് ഉണ്ട്. ഇല്ല നിങ്ങൾക്ക് ഓവർനൈറ്റ് സ്റ്റേ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ 1 day ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അന്ന് തന്നെ വൈകിട്ട് വരും. ഓവർനൈറ്റ് ആണെങ്കിൽ ഇത് പറഞ്ഞ പോലെ നിങ്ങൾ ഇമീഡിയറ്റ്ലി വരാൻ ഒക്കത്തില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു 2-3 മണിയെങ്കിലും ആകും. അപ്പം നിങ്ങൾക്ക് സാപ്പയും കൂടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യും. അപ്പം സാപ്പ, പിന്നെ ഈ ഡാനാങ്ങിൽ ഗോൾഡൻ ബ്രിഡ്ജ്,
പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ഹോച്ചിമിൻ സിറ്റിയിലെ ടവർ പോയി കാണുന്നത്, ഇതൊക്കെ ബോണസ് ആണ്. മ്യൂസിയം, ഇതൊക്കെ ബോണസ് ആണ്. ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാൻ ഇതൊക്കെ നമ്മൾക്ക് കാണേണ്ട സ്ഥലങ്ങളാണെന്ന്. പക്ഷെ ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ ഒരുമാതിരി അടപ്പിളകുമെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി നമ്മൾ പ്രയോറിറ്റി ചെയ്ത് ഓരോ പ്ലേസിലും എന്തൊക്കെ സ്ഥലങ്ങൾ പ്രയോറായിട്ട് കാണണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സാപ്പയാണ്. കറക്റ്റ്. ഈ സ്ഥലങ്ങളിൽ ഏറ്റവും മിസ്സിംഗ് ആയിട്ട് സാപ്പ. ഈ പറഞ്ഞ നമ്മുടെ ഡാനാങ്ങിലെ ഗോൾഡൻ ബ്രിഡ്ജ് പോലെ ഞങ്ങൾക്ക് അത്ര ഇതില്ല. ഞങ്ങൾക്ക് സാപ്പ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബട്ട് എനിവേ നെക്സ്റ്റ് ടൈം പോകണം. വിയറ്റ്നാമിൽ 2 ആഴ്ചയൊക്കെ പോകുന്ന സുഖമായിട്ട് ഇതൊക്കെ നല്ല ലാവിഷ് ആയിട്ടൊക്കെ ചെയ്തിട്ട് വരാം. പക്ഷെ നിങ്ങളിൽ പലരും ഞങ്ങളുടെ മാതിരി ടൈം ഇല്ലാത്തവരായിരിക്കും. അപ്പം മാക്സിമം 1 വീക്കൊക്കെ സ്ക്വീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 വീക്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാം, കംപ്ലീറ്റും ചെയ്യാം, ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വിയറ്റ്നാമിലെ എന്തൊക്കെ കാണണം ആ ടൂറിസം വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം നിങ്ങൾക്ക് വിയറ്റ്നാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ആലോചിക്കുന്നതായിരിക്കും ഇടാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൾ എന്തോ അതിൻ്റെ റിക്വയർമെൻറ്റ് എത്ര പേര് പറയുന്നു അതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ വീഡിയോ ഇടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഒഫീഷ്യലി നമ്മൾ ഇവിടെ വിയറ്റ്നാം വീഡിയോ എൻഡ് ചെയ്യുക. ഇതോടെ നമ്മുടെ വിയറ്റ്നാം സീരീസ് എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിയറ്റ്നാം സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ആദ്യം തൊട്ട് വിയറ്റ്നാം കണ്ടവർക്ക് വളരെ താങ്ക് യു. നിങ്ങൾക്ക് പുതിയ ഞങ്ങളുടെ ഒരു ട്രാവൽ സീരീസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ ട്രിപ്പ് ഉടനെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ അതിനെപ്പറ്റിയും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഒരു വീഡിയോയും ജസ്റ്റ് എയറിൽ ഇങ്ങനെ പോകാം അങ്ങനെ പോകാം അല്ലെങ്കിൽ ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ ട്രിപ്പും ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പോയി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോപ്പും ആഗ്രഹവും കൊണ്ട് ഞങ്ങളത് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ വിയറ്റ്നാം നമ്മൾ ഓൺ ആയിട്ട് ചെയ്തതാ. എല്ലാം ഫസ്റ്റ് എല്ലാം ഫ്ലൈറ്റ് ബുക്കിംഗ് തൊട്ട് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എല്ലാം നമ്മൾ ഓൺ ആയിട്ട് ചെയ്തത്, ഒരു ട്രാവൽ ഏജൻസി വഴിയല്ല. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്, ഹണിമൂണിന് പോകാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളുടെ വീഡിയോസ് ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ടൂർ ഏജൻസിയോ ട്രാവൽ ഏജൻസിയോ ഒന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വിയറ്റ്നാം സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വിയറ്റ്നാം സീരീസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.